ജീവിതത്തിൽ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. ഇന്നലകളിലെ നഷ്ടങ്ങളെക്കുറിച്ച് നിരാശപ്പെടേണ്ട. നാളത്തെ അവസ്ഥയെക്കുറിച്ച് വ്യാകുലപ്പെടുകയും വേണ്ട. ഇന്ന് നാം സന്തുഷ്ടരാണോ എന്നതിലാണ് കാര്യം. നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടുമാകാം. പക്ഷേ നമുക്ക് അർഹിക്കുന്നത് മാത്രം ആഗ്രഹിച്ചാൽ തീരാവുന്നതേയുള്ളൂ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. അവനവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി മാത്രം നമ്മളുമായി അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിനു ശേഷം ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു. എത്രത്തോളം നിങ്ങളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം മികച്ച വിജയവും നേടാനാകും. അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ആത്മബന്ധം ഉള്ളവരോടും കൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും. എന്നെ വായിക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷെ വായിക്കാതെ വിലയിരുത്തരുത് എന്ന് മാത്രം. ചിലതൊക്കെ കൃത്യമായി മനസ്സിലായാലും ഒന്നും മനസ്സിലാവാത്ത പോലെ ഭാവിച്ചു നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഏതൊരു അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയാനാവില്ല. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്നേഹത്താൽ നിറഞ്ഞ ഒരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ സത്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വിധിയെ കുറ്റപ്പെടുത്താതെ ഉള്ള സമയം സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ ഒരിക്കലും നമ്മൾ തളരാനും പാടില്ല. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസമുണ്ടാകും. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമുക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിൻ്റെ മൂല്യം. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഒന്നോർക്കുക, വരും ദിവസങ്ങളിൽ ആ കുറവുകൾ ആർക്കും വന്നേക്കാം. കാരണം എല്ലാവരും മനുഷ്യരാണ്. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ച് ഇരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിൻ്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാവുകയുള്ളൂ. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ.
എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. എല്ലാ ജീവിതങ്ങൾക്കും സങ്കടങ്ങളുണ്ട്. ഉള്ളതെന്താണോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുക.